ഗുഡ് ഈവനിങ്. ഒരു നല്ല സായം സന്ധ്യ. ഈ സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാം, നല്ല പച്ചപ്പുള്ളൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. കണ്ടോ, ഈ പുഷ്പം പാസിഫ്ലോറയുടെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നു. ഈ പ്ലാന്റിൻ്റെ പേരാണ് പാസിഫ്ലോറ ഇൻഡിക്ക. ഇവർക്കൊരു കുടുംബമുണ്ട്. ഈ കുടുംബത്തിൻ്റെ പേരാണ് പാസിഫ്ലോറേസിയെ. നമുക്കൊക്കെ കുടുംബം ഉള്ളതുപോലെ പ്ലാന്റ്സിനാണ് എല്ലാവർക്കും കുടുംബമുണ്ട്. കുടുംബത്തിൽ ഒരുപാട് മെമ്പേഴ്സുണ്ട്, സബ് ഫാമിലീസും ഉണ്ട്. അപ്പോൾ ഈ പാസിഫ്ലോറ അല്ലെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ, നിങ്ങൾ ഇതിൻ്റെ പുഷ്പത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് സുന്ദരമായി പുഷ്പം അല്ലേ? പക്ഷേ ഇത് എപ്പോഴാണ് വിരിയുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചത്. കാരണം ഈ പുഷ്പങ്ങൾ എപ്പോഴും ഈവനിങ്ങിലാണ് വിരിയുന്നത്. സൂര്യൻ്റെ വലിയ ചൂടുള്ളപ്പോഴോ അല്ലെങ്കിൽ പ്രഭാതത്തിലോ അല്ല. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പം ഇവർ വലിയ ഓപ്പൺ ചെയ്തു വരും. എത്ര സുന്ദരമാണ് ഇവരുടെ കളർ, കണ്ടോ, കളർ കോമ്പിനേഷൻ. ഇത് ബൈസെക്ഷൽ ഫ്ലവറാണ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു പൂ വിരിഞ്ഞ് പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഫ്രൂട്ടാവും. കണ്ടോ, ഉടനെ തന്നെ അത് ഫ്രൂട്ടായി കഴിഞ്ഞു. വേറെ ചിലത് ഇത് കാണാമോയെന്നറിയില്ല നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. ഇന്നലെ വിരിഞ്ഞ പൂവിൽ ഇന്ന് ഇതേ ഫ്രൂട്ടായി കഴിഞ്ഞു. കണ്ടോ, ഇന്നലെ വിരിഞ്ഞ പൂവിൽ ഇന്ന് ഫ്രൂട്ടായി കഴിഞ്ഞു. ഇത് അതിൻ്റെ ഗൈനീഷ്യം അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടാണ്, മെയിൽ പാർട്ട് അല്ല. മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ജോയിൻ ചെയ്ത് ഫ്രൂട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ പാർട്ട് മാത്രമേ വളരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും യങ് ഫ്രൂട്ട്. ഇത് ഇന്നലത്തെ ഫ്ലവറായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലത്തെ ഫ്ലവറാണ്. ഇത് ഇന്നത്തെ ഫ്ലവർ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഒരു ചെടി വളരാനും അത് പുഷ്പിക്കാനും. കണ്ടോ, ഇത് 10 o'clock പ്ലാന്റ് അല്ലെങ്കിൽ ടേബിൾ റോസ് എന്ന് പറയും, 10 മണിച്ചെടി. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ഇതൊക്കെ 10 മണിക്ക് വിരിഞ്ഞു. ഇപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞു. ഇനി ഇന്ന് വിരിയുന്നില്ല. ഇതേപോലെ ഒറ്റ പൂ പോലും വിരിഞ്ഞിട്ടില്ല ഈ ഈവനിങ്ങിൽ. ഈ പൂക്കളൊക്കെ രാവിലെ വിരിഞ്ഞതാണ്. ഇത് വൈറ്റ്, ഇത് റെഡ്, ഇത് ഡീപ്പ് റെഡ്, ഇത് സം പർപ്പിൾ കളർ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇതിനകത്ത് ഞാൻ നട്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം രാവിലെ 10 മണിയാകുമ്പോൾ ബ്ലൂം ചെയ്യും. ഇപ്പോൾ വൈകുന്നേരം അവർ ഉറങ്ങിക്കഴിഞ്ഞു. ഇത് വൈകുന്നേരം വിരിയുന്നവർ. ഈ പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫ്ലാവനോൾസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് രീതിയിലാണെന്ന് നമ്മൾ കൃത്യമായിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് അബദ്ധത്തിൽ ചെന്ന് ചാടും. എന്നോടൊരു ആൻറ്റി ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം ഈ ചെടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് അതിൻ്റെ യങ് ലീഫ്, ഈ ഒറ്റ ലീഫ്, സിമ്പിൾ ലീഫ് എന്ന് പറയും ഇതിന്. ഇത് നിങ്ങൾക്ക് കാണാം. ഈ ലീഫ് ട്രൈഫോളിയേറ്റ് ആണ്, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മെച്യൂറായിട്ടുള്ള ലീഫിൻ്റെ പ്രത്യേകത ഇത് ട്രൈഫോളിയേറ്റ് ആയിരിക്കും. യങ് ആയിട്ടുള്ള ലീഫ് സിമ്പിൾ ലീഫായിരിക്കും. ഈ അറ്റത്തുള്ള ലീഫ് സിമ്പിൾ ലീഫ്, മെച്യൂർ ലീഫ്, ട്രൈഫോളിയേറ്റ്. ഈ ലീഫിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. ഒരു നാട്ടുവൈദ്യം എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് നാട്ടുവൈദ്യമാണ്. പക്ഷേ അത് സയൻറ്റിഫിക്കലി പ്രൂവണാണ്, തെളിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എൻസൈക്ലോപീഡിയയിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിലും കിട്ടിയിട്ടുള്ള ജ്ഞാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു നാട്ടുവൈദ്യമാണെങ്കിലും അത് വേണ്ട പോലെ നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ദുരനുഭവങ്ങളുണ്ടാകും. എൻ്റെ ഒരു ആൻറ്റി, എൻ്റെ ഒരു കസിൻ ഇതുപോലെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട്, ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് നല്ലതാണ്, ഷുഗർ രോഗത്തിന് ഒരു പ്രതിവിധിയാണ് എന്ന് പറഞ്ഞ് അവർ ഇതൊരു 5-8 ഇല എടുത്ത് പറിച്ച് കുക്കറിലിട്ട് അടിച്ച് കുടിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞില്ല, വിവരം അറിഞ്ഞു, ഭയങ്കര വയറ്റുവേദന. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചുമ്മാ തോന്നിയ പോലെ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇതിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങളിലോട്ട് നമ്മൾ പോകാൻ ഇടയാകരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സിമ്പിൾ ലീഫ് അല്ലെങ്കിൽ ടെൻഡർ ലീഫ് അല്ലെങ്കിൽ സിംഗിൾ ഒരൊറ്റ ലീഫ്ലെറ്റ് മാത്രമുള്ളത്, ഇതിന് 3 ലീഫ്ലെറ്റ്. ഈ ഓരോ പെരുവിനും ലീഫ്ലെറ്റ് എന്ന് പറയാം. ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ പീസ്, ലീഫിൻ്റെ ഇലകൾ അല്ലെങ്കിൽ ചെറിയ പീസസ്. ഇതിന് 3 എണ്ണം ഉണ്ട്, ഇത് 1 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 5 എണ്ണം ഇടാം. 1 ലിറ്റർ വെള്ളത്തിൽ 5 ലീഫ് ഇട്ട്
തിളയ്ക്കാൻ വെക്കാം. തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ, ഭയങ്കരം സിമ്മിൽ വെച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം ഇതിൽ വെച്ച് വേണം തിളപ്പിക്കാൻ. പതിയെ തിളച്ച് വരുമ്പോൾ ഈ ഇല അതിലിട്ട് അത് ഒരു 1-1.5 മിനിറ്റേ തിളപ്പിക്കാവുള്ളൂ, അധികം തിളയ്ക്കരുത്. കാരണം ഈ പച്ച നിറം അതിൽ നിന്ന് പോകാൻ പാടില്ല. ഈ പച്ച നിറം മാറി മഞ്ഞ നിറമാകുന്നിടം വരെ തിളപ്പിക്കരുത്. ഈ സിമ്പിൾ ലീഫാണെങ്കിൽ 5 എണ്ണം, ഇതാണെങ്കിൽ 3 എണ്ണം. അപ്പോൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ ഓഫ് ചെയ്യുക. ഇല നിറം മാറരുത്, അതിനു മുമ്പ് നിർത്തുക. ഇത് തണുത്തിട്ട് ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഷുഗർ രോഗി കഴിക്കേണ്ട രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 1/3 ഭാഗം രാവിലെ വെറും വയറ്റിൽ കുടിക്കും. തണുത്ത വെള്ളം ഒരു ഭാഗം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. രണ്ടാമത്തെ ഭാഗം നമ്മൾ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം കുടിക്കുക. മൂന്നാമത്തെ ഭാഗം ഡിന്നറിന് 1-2 മണിക്കൂർ മുമ്പ്. നിങ്ങൾ ഏത് സമയത്താണോ ഡിന്നർ കഴിക്കുന്നത് അതിന് 1 മണിക്കൂർ മുമ്പ് കഴിക്കുക. ഈ രീതിയിലാണ് ഇത് കഴിക്കേണ്ടത്. ഇത് കഴിക്കുമ്പോൾ ഒരു കൊളസ്ട്രോൾ രോഗിയാണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ഈ വെള്ളത്തിൽ സ്വല്പം നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. കൊളസ്ട്രോൾ രോഗത്തിന് സ്വല്പം നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇത് വേറെ ഒരു വലിയ പ്രത്യേകത, ഇതിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റ്, ഈ ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് ഉറക്കത്തിന് നല്ല മരുന്നാണ്. അത് ഹോമിയോപ്പതിയിലാണ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. അവർ പറഞ്ഞ് ശരിയാണ്, പാസിഫ്ലോറ ലീഫിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റാണ് അവർ ഒരു സ്ലീപ്പിംഗ് ഡോസായിട്ട് കൊടുക്കുന്നത്. കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും, ഈ 2 കൂട്ടർക്കാണല്ലോ ഉറക്കക്കുറവ്. അതുപോലെ ഒത്തിരി സ്ട്രെസ് ഉള്ളവരൊക്കെ ഉറക്കക്കുറവ് അനുഭവപ്പെടുമ്പോൾ ഇത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ആ ഡോക്ടർ എങ്ങനെയാണോ ഇത് കഴിക്കാൻ പറയുന്നത് ആ നിർദ്ദേശപ്രകാരം മാത്രം അത്രയും ഡോസ് വെള്ളത്തിലൊഴിച്ച് കഴിക്കുക. ഇതൊക്കെ നാട്ടുവൈദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചും വേണ്ട പോലെയും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വിപരീത ഫലം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ആൻറ്റി ഇത് തിളപ്പിച്ച് കുടിച്ചിട്ട് വയറ്റുവേദന എടുത്തുനിന്ന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഈ ലീഫ്. ഞാൻ തിളപ്പിച്ച 1 ലിറ്റർ വെള്ളമാണ്. ഈ ലീഫിനെ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു ഇലയുടെ കളറ് മാറിയിട്ടില്ല, പച്ച കളറാണ് ഇലയ്ക്ക്. ഈ കളറ് മാറിപ്പോകാൻ പാടില്ല. ഇത് മാറിക്കഴിഞ്ഞാൽ വേറെയുള്ള രോഗത്തിനുള്ള മരുന്നുകൾ കൂടെ ഇതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഈ ഷുഗറിനും കൊളസ്ട്രോളിനും ഉറക്കക്കുറവിനൊക്കെ ഇത് പതുക്കെ വാടിയ പോലെ കണ്ടോ. ഇത് 1 ലിറ്റർ വെള്ളമാണ്. ഇത് 3ആയിട്ട് തിരിച്ചിട്ട് 1 ഗ്ലാസ്, ഇപ്പം ഡിന്നറിന് മുമ്പുള്ള സമയമാണല്ലോ, 1 ഗ്ലാസ് കുടിക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ഒത്തിരി ഉപകാരപ്രദമായ ഒരു മരുന്നാണ്. ഇത് പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഒരു സസ്യമാണ്. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും വേണ്ട പോലെ മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ഷുഗർ രോഗത്തിനുള്ളതും കൊളസ്ട്രോളിനുള്ളതും ഉറക്കക്കുറവിനുള്ളതുമായ എല്ലാ മെഡിസിനൽ പ്രോപ്പർട്ടീസും തികഞ്ഞ ഒരു ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. പാഷനാണ്, ഫാഷനല്ല. പാഷൻ ഫ്രൂട്ട്. ഇതിൻ്റെ പൂക്കൾ ഇത് കണ്ടോ, പഴം. ഇതിൻ്റെ പഴം ഒരുപാട് നല്ലതാണ്. ഈയിടെ 1-2 പേര് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, പാഷൻ ഫ്രൂട്ട് ഉണ്ടോ മിസ്സേ? അപ്പോൾ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്ത് ഈ വീഡിയോ ഇടാനായിട്ട് എനിക്ക് പ്രചോദനം ലഭിച്ചത്. അതായത് ക്യാൻസർ രോഗികൾക്ക് നല്ല ഔഷധമാണെന്ന് ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവർ ഫ്രൂട്ട് തപ്പി വരുമായിരുന്നു. എനിക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഇനിയാണെങ്കിൽ ഇഷ്ടം പോലെ സീഡ് ഉണ്ടോ, പല റേഞ്ചിലാണ്. അവർ ചെയ്യുന്ന വേറൊരു പ്രത്യേകത, അവർ പൂവ് ചെറിയ കായ ഇതുണ്ടോ, ഈ തരത്തിലുള്ള കായ, ഇതുപോലെ ഇത്രയും വലുത്, ഇങ്ങനെ പല റേഞ്ചിലാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്ക് എപ്പോഴും ഇതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടും. ഈ സമയത്താണ് ഇത് സാധാരണയായിട്ട് പുഷ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇത് കാണാനായിട്ട് സാധിക്കും. ജൂൺ മാസത്തിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു അവസാനം വരെയും ഇതിന് ഫ്രൂട്ട് കാണും. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? അതിൻ്റെ ഫ്രൂട്ട് എടുത്ത് അത് മിക്സിയിൽ 1 ട്രക്ക് അടിക്കുക, 1 അടിക്കാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സീഡെല്ലാം അരഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അത്
നമ്മളത് ഫിൽറ്റർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്ക് ഷുഗർ രോഗമുള്ളവരാണെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിക്കാം. അല്ല ഷുഗറൊന്നുമില്ല, നല്ല ടിപ്പായിട്ടിരിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുക, ഇത് അതിലോട്ട് ഒഴിച്ച് ചേർത്താൽ മതി. അതുപോലെ പഞ്ചസാര ചേർത്ത് ഇത് അടിക്കാനിരിക്കരുത്. അന്നേരം ഇതിൻ്റെ സീഡെല്ലാം ഇതിനകത്ത് അരഞ്ഞ് ചേർന്നിട്ടൊരു കമർപ്പ് രുചിയായിരിക്കും. ഇത് ധാരാളമുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഇതിൻ്റെ പൾപ്പെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് അരിച്ച് ഫ്രീസറിൽ വെച്ചേക്കും. നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഷുഗർ ഇല്ലാതെയും ഉപയോഗിക്കാനായിട്ട് ഷുഗർ സിറപ്പ് വേറെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെയും ഇത് ഉപകാരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് കൊടുക്കുക. കാരണം പലരും ഈ ലീഫ് ഇതുപോലെ അബദ്ധവശാൽ കഴിച്ച് പലവിധ പ്രശ്നങ്ങളിലായിട്ടുണ്ട്. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ, ബൈ.